നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. നമ്മളുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം മെസ്സേജായിട്ടും കമൻസ് ആയിട്ടും നേരിട്ട് കാണുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുപ്രിയ, എപ്പോഴാണ് നിങ്ങളുടെ വടക ഉണ്ടാക്കുന്നത്? അമ്മയോട് ചോദിച്ചിട്ട് ആ വടകിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യോ? നിങ്ങളുടെ ആ വടകുണ്ടല്ലോ, അതൊരെണ്ണം മാത്രം മതി, എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ വടകുണ്ടാക്കുന്നതിനുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. അത് ഇത്രയും ലേറ്റ് ആകാൻ കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ വടകുണ്ടാക്കണമെങ്കിൽ നല്ല വെയിൽ വേണം. മിനിമം ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കിട്ടണം. രണ്ടാമത്തെ കാര്യം, കാന്താരി മുളകാണ് ഈ വടകുണ്ടാക്കാൻ ബെസ്റ്റ്. ഞങ്ങളുടെ വീട്ടിലെ കാന്താരി മുളക് കട്ട് തിന്നാൻ ഒരു കള്ളൻ വരുന്നുണ്ട്. ആ കള്ളനെ ഞാൻ കൈയോടെ പിടികൂടിയിട്ടുണ്ട്, വീഡിയോ കാണിച്ചു തരാം. ഇനി കാന്താരി മുളകിന് വെയിറ്റ് ചെയ്താൽ വടകിൻ്റെ വരവ് ഇനിയും വൈകും. അതുകൊണ്ട് പച്ചമുളക് കൊണ്ടാണ് നമ്മളിന്ന് വടകുണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ കാര്യം, ഈ വടകുണ്ടാക്കുന്നതിനുള്ള പാചകക്കാരൊന്ന് ഫ്രീ ആയി കിട്ടണ്ടേ? പതിവ് തെറ്റിക്കുന്നില്ല കേട്ടോ. നമ്മളുടെ പാരമ്പര്യ വിഭവങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള എൻ്റെ അമ്മ രാധാമണിയും ചേച്ചി ദേവികയുമാണ് നമ്മളുടെ ഇന്നത്തെ പാചകക്കാർ. അരിപ്പപ്പടത്തിലൂടെയും താളിക്കറിയിലൂടെയെല്ലാം നിങ്ങൾക്ക് അവരെ സുപരിചിതമാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്നേഹം കമൻസിലൂടെ ഞങ്ങൾ അറിയുന്നുമുണ്ട്. ഇതെല്ലാം ഒത്തു വന്നാലും ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തണ്ടേ? അപ്പോൾ ഇത്തവണ ഇതെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് വടകുണ്ടാക്കാൻ പോയാലോ? നല്ല വടകുണ്ടാക്കുന്നതിന് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് വെയിൽ. ഇന്ന് ഏതായാലും വെയിൽ വേണ്ടുവോളം ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ കാന്താരി മുളക് കള്ളനുണ്ടല്ലോ, അയാളെ കാണിച്ചു തരാം. കള്ളന്മാർ നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ വരിക. അതുകൊണ്ട് പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ കയ്യിലുള്ള ഫോൺ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ചെറിയൊരു ഷേക്കിംഗ് ഉണ്ടാവും. വീടിന് തൊട്ടടുത്താണ് കാടുള്ളത്. അപ്പോൾ അവിടെ നിന്നും വരുന്ന കാട്ടാടാണിത്. കാഴ്ചയിൽ മാനിന് പോലെ ഉണ്ടാവും, പക്ഷെ കൊമ്പൊന്നും ഉണ്ടാവില്ല. മാനിൻ്റെ പോലെ വലിയ കൊമ്പില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷെ ആടിൻ്റെ പോലെ ചെറിയ കൊമ്പൊക്കെ ഉണ്ടാവും. ആൾ ഭയങ്കര പാവത്താനാണ്. ചെറിയ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മതി, ഉടനെ ഓടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ദേ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. കാണാത്തവർ നന്നായി കണ്ടോളൂ. ഇയാൾ മാത്രമല്ല, പുള്ളിമാനുകളും ഉണ്ട് അടുത്ത്. അവരും നമ്മളുടെ മുളകൊക്കെ കട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. മുളക് മാത്രമല്ല, എന്തൊക്കെ പച്ചക്കറികളാണോ നമ്മൾ നട്ടിരിക്കുന്നത് അതിലെല്ലാം ഇവർക്കൊരു കണ്ണുണ്ട്. അപ്പോഴെല്ലാവരും മുളക് കള്ളനെ കണ്ടല്ലോ. ഇനി നമ്മൾക്ക് പാചകക്കാരെ കാണാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമ്മയും ചേച്ചിയും കൂടെ വടകുണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് സമയം ഉണ്ടാകുമ്പോൾ വെയിലുണ്ടാവില്ല, അല്ലെങ്കിൽ വെയിലുണ്ടാവുമ്പോൾ ഇവർക്ക് സമയം ഉണ്ടാവില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇന്നാണ് എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നിരിക്കുന്നത്. വടകുണ്ടാക്കുന്നതിനുള്ള അരി വൃത്തിയാക്കുന്ന തിരക്കിലാണ് ദേവകി ചേച്ചി. ഏകദേശം 1.25 കിലോ പുഴുക്കലരിയാണ് നമ്മളുടെ ഇന്നത്തെ വടകുണ്ടാക്കുന്നതിനായിട്ട് എടുക്കുന്നത്. അപ്പോഴെല്ലാവർക്കും സംശയം ഉണ്ടാകാം, പച്ചരിയാണോ പുഴുക്കലരിയാണോ എന്നുള്ളത്. അപ്പോഴിന്ന് പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പുഴുക്കലരി നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഈ അരിയിലുള്ള വെള്ളമെല്ലാം നന്നായി പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അരിയിലുള്ള വെള്ളത്തിൻ്റെ നനവ് പോയാൽ മാത്രം പോരാ, നമ്മൾക്കിതെല്ലാം ഉണക്കിയെടുക്കണം. കാരണം നമ്മൾക്ക് ഈ അരി ആദ്യം തന്നെ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോഴതുകൊണ്ട് അതിൽ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ഒരു മുറത്തിലിട്ടിട്ട് ഇങ്ങനെ വെയിലിൽ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഗ്യാസ് സ്റ്റവും ഇൻഡക്ഷനും എന്തൊക്കെ തന്നെ വന്നാലും വിറകടുപ്പിനോടുള്ള ഇവരുടെ ഇഷ്ടം കളയാൻ പറ്റില്ല. ഒരു ചിരട്ടയിൽ അല്പം ചാരമെടുത്ത് അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും വിറകടുപ്പ് കത്തിച്ചു തുടങ്ങുക. ഇങ്ങനെയാകുമ്പോൾ വിറകിൽ തീ പിടിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് പറയുക. അടുക്കളയോട് ചേർന്ന് നിൽക്കുന്ന വിറക് കൊട്ടിലാണ് നമ്മളിന്ന് വടകിനുള്ള കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. മഴക്കാലമാകുമ്പോഴേക്കും അടുപ്പ് കത്തിക്കുന്നതിനുള്ള വിറക് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ കൊട്ടിലെന്ന് പറയുന്നത്. കൊട്ടിലിനോട് ചേർന്ന് തന്നെ 2 അടുപ്പും ഉണ്ടാവും. വടക് പോലെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ കൊട്ടിലാണ് ഏറ്റവും നല്ലതെന്നാണ് അമ്മയും ചേച്ചിയും പറയുന്നത്. തീ നന്നായി കത്തുന്നുണ്ട്. നമ്മൾ വെച്ചു കൊടുത്ത ചട്ടിയും നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരുന്ന അരിയിട്ട് വറുത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ അരി വറുത്തെടുക്കാനായിട്ട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ കുറച്ച് നേരമാവും. ഒരു 10-20 മിനിറ്റെങ്കിലും അരി വറുത്തെടുക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ അരി വറുത്തെടുക്കുന്നത്. ഇങ്ങനെ വറുത്തെടുക്കുന്ന അരിക്ക് കടുകേരി എന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. ഇത് കട്ടൻ കാപ്പിയുടെ കൂടെ ഒരു തേങ്ങാപ്പൂളും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള അരിയും കൂടെ വറുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കടുകേരിയുടെ പരുവ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓരോ അരിയും ചെറുതായിട്ട് പൊള്ളച്ച് വരുന്നത് പോലെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഒരേപോലെ ഇളക്കി കൊടുക്കണം. വടകുണ്ടാക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കടുകേരി കറക്റ്റായിട്ട് വറുത്തെടുക്കുക എന്നുള്ളത്. ബാക്കിയുള്ള അരി വറുത്ത് തീരുന്നതിന് മുന്നേ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ, കുറച്ചധികം കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം. ഇതും കൂടെ നമ്മുടെ അരി വറുക്കുന്നതിൽ കൂടെ ചേർത്ത് നമ്മൾ വറുത്തെടുക്കണം. ഈ 3 ചേരുവകളും അരിയുടെ കൂടെ തന്നെ ഇടണമെന്നില്ല. അരിയിട്ട് കുറച്ച് നേരം വറുത്തതിന് ശേഷം ചെറുതായി കളറ് മാറുമ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം കറിവേപ്പിലയും ഉലുവയും പിന്നെ ജീരകം എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു 1 ടീസ്പൂൺ അയമോദകം കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വടകിന് നല്ലൊരു മണവും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അയമോദകത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്നിച്ച് ചേർക്കുന്നില്ല. ആദ്യം കറിവേപ്പില ഇട്ട് കറിവേപ്പിലയുടെ ഇലകളൊക്കെ ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത്. ഉലുവ ചേർത്ത് കുറച്ച് നേരം വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ജീരകം ചേർക്കുന്നത്. ഇങ്ങനെ അരി വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ അരി കരിഞ്ഞു പോകുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും 2ാമത്തെ സെറ്റ് അരിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വടകിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ കാന്താരി മുളകെല്ലാം ആ കള്ളൻ കട്ടുകൊണ്ട് പോയിന്ന്. അതുകൊണ്ട് നമ്മളിന്ന് പച്ചമുളക് കൊണ്ടാണ് വടകുണ്ടാക്കുന്നത്. ഏകദേശം 1 കിലോ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം 300 ഗ്രാം ചുവന്നുള്ളിയും കൂടെ നമ്മൾ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 കിലോ 300 ഗ്രാം എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു കണക്കൊന്നുമല്ല. നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു 10-20 വെളുത്തുള്ളിയുടെ അല്ലിയാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. അടുപ്പിൻ്റെ അടുത്തിരിക്കുന്ന ആളിൻ്റെ ഷിഫ്റ്റ് മാറിയിട്ടുണ്ട്. ഇത്തവണ ചേച്ചിയാണ്. ഈ പച്ചമുളകും ചുവന്നുള്ളിയെല്ലാം വഴറ്റിയെടുക്കുന്നതിനായിട്ട് ചേച്ചി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി വറുത്തെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നന്നായിട്ട് തീ വേണം, പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂടുണ്ടായിരിക്കണം എന്നൊക്കെ. പക്ഷേ നമ്മൾ മുളകും ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ ചെറിയ തീ മതി. അതായത് ആവിയിൽ വഴണ്ട് വരണം എന്നാണ് പറയുക. അപ്പോൾ കുറച്ചധികം നേരം ഈ മുളക് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഉൾഭാഗം വെന്ത് വരില്ല. അപ്പോൾ നമ്മളുടെ മുളക് ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചുവന്നുള്ളി ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തീ നന്നായി കുറച്ച് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്തൊക്കെ തീ നന്നായി കുറഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ കനലിലാണ് വേവിക്കുന്നത്. ഈ സമയത്ത് തീ അങ്ങനെ കത്തിക്കേണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുകയാണെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ മുളകും ഉള്ളിയെല്ലാം ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചേച്ചിക്ക് ഇവിടെ കൈ കണക്കാണ്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഒരു 3 പ്രാവശ്യമായിട്ട് കല്ലുപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയധികം ഉപ്പ് ഒന്നിച്ച് ചേർക്കുന്നത് കണ്ടിട്ട് കൂടിപ്പോകുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാനും ഈ സംശയം ചേച്ചിയോട് ചോദിച്ചതാണ്. അപ്പോൾ ചേച്ചി പറയണു ഉപ്പ് ഒരിക്കലും കൂടില്ല, കുറഞ്ഞു പോകാനേ ചാൻസ് ഉള്ളൂ, വേണമെങ്കിൽ നമ്മൾക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയത്ത് ഇതിൽ നിന്നും വെള്ളം വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2ാമത്തെ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വടകിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടുകേരി മിക്സിയിൽ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു 4-5 തവണയായിട്ട് നമ്മൾക്ക് ഈ കടുകേരി പൊടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ തരിയുടെ വലുപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അല്പം തരിയോടുകൂടിയാണ് നമ്മൾ ഈ കടുകേരി പൊടിച്ചെടുക്കുന്നത്. വളരെ നൈസായിട്ട് ഒരിക്കലും പൊടിക്കാൻ പാടില്ല. പുട്ടിൻ്റെ തരിയേക്കാളും ഒരിത്തിരി വലുപ്പം കൂടുതലുണ്ട്. വളരെ നൈസായിട്ടാണ് നമ്മൾ ഈ പൊടി പൊടിച്ചെടുക്കുന്നതെങ്കിൽ വടകുണ്ടാക്കുമ്പോൾ വളരെ ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കടിച്ചാലൊന്നും പൊട്ടൂല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ കടുകേരിയും നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
നേരത്തെ വഴറ്റി വെച്ചിരുന്ന പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയുടെ എല്ലാം ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. 3-4 തവണയായിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നേരത്തെ നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഈ എണ്ണയിൽ വാട്ടിയെടുത്ത മുളക് ഇതേപോലെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇവിടെ ആദ്യത്തെ ബാച്ച് മുളകും ഉള്ളിയെല്ലാം നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുളക് അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുളകിൻ്റെ തൊലി നന്നായിട്ട് അരഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുത്ത മുളകായതുകൊണ്ട് അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേറ്റവും കൂടുതലുള്ളത് മുളകായതുകൊണ്ട് തന്നെ ഇത് അരച്ചതിന് ശേഷം മിക്സിയുടെ ജാർ തുറക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മൂക്കിലേക്ക് നല്ല എരിവ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ മുളക് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം അരച്ചെടുക്കാൻ കേട്ടോ. നമ്മളിവിടെ ചട്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം ഈ പൊടിയുടെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഈ അരപ്പിലേക്കും ഈ പൊടിയിലേക്കും ഏകദേശം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നല്ലൊരു കുഴയാണ്. നമ്മൾ പൊടിച്ചെടുത്ത പൊടിയും അരച്ചെടുത്ത മുളകിൻ്റെയും ഉള്ളിയുടെയും മിക്സും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മുളകിൻ്റെ നനവിൽ നമ്മൾ ഈ പൊടി മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കരുത്. നന്നായി ഇളക്കി ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും ഈ അരപ്പെത്തുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചിലർ ഇതിലേക്ക് പച്ചവെള്ളവും ഒഴിക്കാറുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പൊടി നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നതാണ് ഇവരെല്ലാം പറയുന്നത്. വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടിയതുപോലെ ഉണ്ടാവും, പക്ഷേ ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും കറക്റ്റായിട്ടുണ്ടാവും. വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് നമ്മളിത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ്. ഇതുപോലെ ഒരു പാത്രമാകുമ്പോൾ അടിഭാഗം കൂട്ടി നന്നായി ഇളക്കിയെടുക്കാനും ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കിട്ടാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഒരുവിധം ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വടകിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടി നോക്കുക, നല്ല ഉരുളയായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് വടക് ഉരുട്ടിയതിന് ശേഷം ഉണക്കി വെക്കുന്നതിനായിട്ട് ഞങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂത്രം കാണിച്ചു തരാം. ഇതാണ് ആ സൂത്രം. മുള കൊണ്ടുണ്ടാക്കിയതിന് ചെറ്റ എന്നാണ് പറയുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ചെറ്റയല്ല കേട്ടോ ഈ ചെറ്റ. ഇത് നമ്മൾ ചെറ്റക്കുടിൽ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സാധനം. എന്നാൽ നമ്മൾക്കിനി ഐശ്വര്യമായിട്ട് വടക് ഉരുട്ടാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ അതിനായിട്ട് അമ്മയും ചേച്ചിയും കയ്യിൽ എണ്ണയൊക്കെ തേച്ച് റെഡിയായിരിക്കുന്നുണ്ട്. ഈ പൊടിയിൽ നിന്നും അല്പം എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടിയെടുക്കുക. കുറച്ച് അമർത്തി കുറച്ച് ശക്തിയോടെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. എന്നിട്ടൊരു പാകത്തെ വലിപ്പമാവുമ്പോൾ നമ്മളുടെ ചെറ്റയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ വടക് റെഡിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ, റെഡിയായിരിക്കുകയാണ്. ഈ ചെറ്റയിൽ വടക് വെക്കുന്നതിനും ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ചെറ്റയുടെ നടുവിലായിട്ട് നമ്മൾ നീളത്തിലൊരു ലൈനായിട്ട് വടക് വെച്ച് കൊടുക്കുക. പിന്നീട് ഉണ്ടാക്കുന്ന വടക് അതിനോട് ചേർന്ന് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങളുടെ അമ്മമാരുടെ കാലത്തൊക്കെ അവർ നീറ്റായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. ഈ ഉരുള ഉരുട്ടിയെടുക്കുന്നതിനിടയിൽ നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞതിന് ശേഷം വീണ്ടും ഉരുട്ടി വയ്ക്കാവുന്നതാണ്. സാധാരണ രാത്രിയാണ് വടകുണ്ടാക്കാനായിട്ട് തുടങ്ങുക. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം രാവിലെ വെയിൽ നന്നായിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഉരുട്ടി വെയിലത്ത് നേരെ കൊണ്ടുവയ്ക്കും. അപ്പോൾ സമയം പോകുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. വടക് ഉരുട്ടിയെടുക്കുന്നതിനുള്ള വേറൊരു ടെക്നിക്കാണ് ചേച്ചി കാണിക്കുന്നത്. പണ്ടത്തെ അമ്മൂമ്മമാരുടെ ഒരു ടെക്നിക്കാണിത്. വടക് ഒരുവിധം ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലിട്ടെന്ന് കറക്കിയെടുത്താൽ പെട്ടെന്ന് ഉരുണ്ട് കിട്ടുന്നതാണ് ചേച്ചി പറയുന്നത്. വടക് ഉണ്ടാക്കിയ ആദ്യ ദിവസം തന്നെ ഏറ്റവും നന്നായിട്ട് വെയിൽ കിട്ടണം എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കിയെടുത്തോളം വടക് വെയിലിൽ ഉണങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറ്റ എടുത്തിട്ട് നടുമുറ്റത്തോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വടകിൻ്റെ പ്രിപ്പറേഷൻ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഇത് മഴയൊന്നും കൊള്ളാതെ കാക്കയൊന്നും കൊണ്ടുപോകാതെ പൂച്ചയൊന്നും തട്ടിയിടാതെ നന്നായിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇത്രയ്ക്ക് വലിപ്പം ഉണ്ടെങ്കിലും ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് വടകിൻ്റെ വലിപ്പം പതിയെ പതിയെ കുറഞ്ഞു വരും. തുടർച്ചയായി ഒരാഴ്ച വെയിൽ കിട്ടണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതിൽ ചെറിയ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്.
ഏകദേശം ഒരാഴ്ച വെയിലത്ത് നന്നായി ഉണക്കിയെടുത്തിട്ടുള്ള നമ്മുടെ വടകിൻ്റെ രൂപമാണിത്. ഇതിൻ്റെ വലുപ്പമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ നന്നായി ഉണക്കിയെടുത്തതുകൊണ്ട് ഇനി ഇതൊരു ഭരണിയിലോ കുപ്പിയിലോ നമ്മൾക്ക് ഒരു വർഷത്തോളം സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി ഈ വടക് എങ്ങനെയാണ് എണ്ണയിൽ വറുത്തെടുക്കുന്നതെന്നും കൂടെ നോക്കാം. അതിനായിട്ട് നല്ല കുഴിയുള്ളൊരു ചീനച്ചട്ടിയിൽ എണ്ണ നന്നായി ചൂടായതിനു ശേഷം വടകിട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇട്ട പാടെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ വടകെടുത്ത് മാറ്റേണ്ടത്. ഇങ്ങനെ വറുത്തെടുത്ത ഒരു വടകും നല്ല ചൂടുള്ള ചോറും കുറച്ച് തൈരും മാത്രം മതി ഒരു കിണ്ണം ചോറുണ്ണാനായിട്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ സ്പെഷ്യൽ വടക് കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച്. അറിയാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ നാട്ടിലെ ഈ വടകിനെ കുറിച്ചുള്ള കഥയും ഇതുണ്ടാക്കുന്ന രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്